വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ച് മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. മാവേലിക്കര MLA MS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വികസന ക്ഷേമ നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിനും നവകേരളം സംബന്ധിച്ചും വികസിത തെക്കേക്കര സംബന്ധിച്ചും ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനുമായി സംസ്ഥാനത്തെ ഇതര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തും വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഡയാലിസിസ് കിറ്റുകൾ മാത്രമല്ല, ഇപ്പോൾ 4000 രൂപ കൂടി ഓരോ ഡയാലിസിസ് പേഷ്യന്റിനും അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്ന ജില്ലയിലും കേരളത്തിലും തന്നെ അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ഏക പഞ്ചായത്ത് തെക്കേക്കര പഞ്ചായത്താണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇതെല്ലാം കൃത്യമായി പരിശോധിക്കുമ്പോൾ ഇപ്പൊ എൻ്റെ അടുത്ത് ചില പഞ്ചായത്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് 2 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചു. ലെപ്രസി സാനിറ്റോറിയത്തിനകത്ത് 200 പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന ഡയാലിസിസ് സെന്റർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ ഗവൺമെന്റിന് സമയത്താണ് ഡയാലിസിസുകൾ താലൂക്ക് ആശുപത്രികളിലും അല്ലെ ജില്ലാ ആശുപത്രികളിലും നടപ്പിലാക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അതിനു മുമ്പ് താലൂക്ക് ആശുപത്രികൾ ഡയാലിസിസിലായിരുന്നു. ഇപ്പോൾ മാവേലിക്കര ജില്ലാ ആശുപത്രിയിലടക്കം കായംകുളത്തും ചെങ്ങന്നൂരും അടൂരും അടക്കം മാവേലിക്കരയിൽ 52 ഡയാലിസിസ് ഒരു ദിവസം നടക്കുന്നുണ്ട്. ഇതൊന്നും പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ, ആരും അറിയുന്നില്ല. ഈ വർഷം നമ്മൾ പോർട്ടബിൾ ക്യാമറയുടെ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. MCFന്റെ കാര്യം പറഞ്ഞു, സ്റ്റീൽ ഫാബ്രിക്കേഷൻ MCF കൂടി വരികയാണ്. മിനി MCFകൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ 38 എണ്ണം ഉണ്ട്, ഒരുപാട് 2 വീതമുണ്ട്. പിന്നെ ഒരു 30 MCFകൾ കൂടി ആരംഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ പരമാവധി സഹായിക്കുക എന്നുള്ള നിലപാടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റ് പഞ്ചായത്തുകളിൽ അവർക്ക് 40% ബോണസ് കൊടുക്കുമ്പോൾ തെക്കേക്കര പഞ്ചായത്തിൽ ഇപ്പം നമ്മൾ 2 വർഷവും 60% വരെ ബോണസ് കൊടുത്ത് അവരെ പരമാവധി പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ ടോയ്ലറ്റുകൾ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് 1 ആരംഭിക്കാൻ പറഞ്ഞ് നമ്മൾ 2 എണ്ണം നമുക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ വരികയാണ്. ആവശ്യപ്പെട്ട മുഴുവൻ പേർക്കും കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും ബയോഗ്യാസ് പ്ലാന്റ് കൊടുക്കുന്നുണ്ട്, ബയോ ബിന്നും കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പുള്ള ഭരണസമിതിയും ഒത്തിരി വികസന പദ്ധതികൾ നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് നടപ്പാക്കിയെങ്കിൽ ഈ ഭരണസമിതി ഒത്തിരി കാര്യങ്ങളാണ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ഗ്രാമീണ റോഡുകൾ എല്ലാം തന്നെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിനാവശ്യമായി ബന്ധപ്പെട്ട് ആധുനിക രീതിയിലുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് അത് നിർമ്മിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഭൂരഹിതരായിട്ടുള്ളവർ, ഭൂമിയില്ലാത്തവരും ഭവനമില്ലാത്തവരുമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നിയമത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനമാണ് ഈ ഘട്ടത്തിൽ അധികാരത്തിലിരുന്നത്. അതുപോലെ തന്നെയാണ് കാർഷിക മേഖലയിലെ തരിച്ചു കിടന്ന നിലങ്ങളെല്ലാം കൃഷി ചെയ്യുന്നതിനാവശ്യമായി ബന്ധപ്പെട്ട് കർഷകർക്ക് അതിന് എല്ലാ തരത്തിലുമുള്ള സഹായകരമായ പ്രവൃത്തി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതിനെല്ലാവിധ നേതൃത്വവും ഡോക്ടർ കെ മോഹൻകുമാർ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് എല്ലാ വാർഡിലും 19 വാർഡായിരുന്നു, ഇപ്പം അത് 20 വാർഡായി ഉയർന്നിട്ടുണ്ട്. ഈ 19 വാർഡിലും എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല നിലയിലുള്ള നേതൃത്വമായി ഡോക്ടർ കെ മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായിട്ടും നമ്മുടെ കുറത്തിക്കാട് ജംഗ്ഷനുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഈ പഞ്ചായത്തിൻ്റെ തന്നെയല്ല മറ്റു പഞ്ചായത്തിൽ നിന്ന് പോലും
രോഗത്തിന് ആവശ്യമായി ചികിത്സിക്കുന്നതിന് വേണ്ടി എത്തുന്ന കുറത്തിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെതായ ഇന്നത്തെ പുരോഗതി നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയുന്നതാണ്. ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി റോഡ് വളരെ ഗുണകരമായ നിലയിലേക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിനാവശ്യമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളടക്കം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വം എന്ന തരത്തിലേക്ക് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അതിനാവശ്യമായ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതുപോലെ നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെതായ നേതൃത്വത്തിൽ നടപ്പാക്കി അഭിമാനകരമായ നിലയിൽ ഈ പഞ്ചായത്തിൽ താമസക്കാരനെന്ന നിലയിൽ എനിക്ക് ആ പഞ്ചായത്ത് ഭരണസമിതിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. തുടർന്നു വരുന്ന ഭരണസമിതിയും തുടർന്നു വെക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കുവാൻ തുടങ്ങി വച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായി ബന്ധപ്പെട്ട് വരും ഭരണസമിതിയും ആ ഉത്തരവാദിത്തത്തിലേക്ക് പോകണം എന്നുകൂടി വളരെ ആഗ്രഹത്തോടു കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ചയെന്നോണം മോഹൻ സാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി ചുമതലയേറ്റ കഴിഞ്ഞ പീരീഡുകളിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ജില്ലയിലെ തന്നെ വേറിട്ട ഒരു പഞ്ചായത്തായി നിലകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്തു. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളടക്കം പരിഹരിക്കുന്നതിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് മോഹൻ സാറിൻ്റെ നേതൃത്വമുള്ള ഈ ഭരണസമിതി ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തനം നടത്തി. 46 വർഷമാകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായി വരുന്ന ഭരണസമിതിയുടെ തുടർച്ച എന്നുള്ള നിലയിൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്ത ഒരു 5 വർഷമാണ്. ജില്ലയിൽ 73 പഞ്ചായത്തുള്ളതിൽ വ്യത്യസ്തമായി പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്താണ് തെക്കേക്കര ഗ്രാമപഞ്ചായത്ത്. നമസ്കാരം, ഞാൻ ഹരിദാസ് പല്ലാരിമംഗലം. ഞങ്ങളുടെ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രപരമായ വികസന സദസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിഭാവനം ചെയ്യുന്ന ഒരു നവകേരളത്തിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്ന തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനവും അതിലൂടെ വ്യക്തിപരമായി ഓരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിയുന്ന അവരുടെ അഭിപ്രായങ്ങളെ തുറന്നു പറയുകയും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തുവാനുണ്ടെങ്കിൽ സസൂക്ഷ്മം ഒരു പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ഒരു ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്ന സഖാവ് പിണറായി വിജയൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡോക്ടർ കെ മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിലെ 11 സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളെ എയ്ഡഡെന്നോ അൺഎയ്ഡഡെന്നോ നോക്കാതെ അവയെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ ഈ പൊതു ഇടങ്ങളെ മുഴുവൻ നവീകരിച്ചുകൊണ്ട് സാംസ്കാരിക മേഖലയിൽ ഇത്രയേറെ മാറ്റം വരുത്തിയ ഒരു ഭരണം തെക്കേക്കര പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആത്മാഭിമാനത്തോടെ എല്ലാ രംഗത്തും അംഗനവാടി തൊട്ട് അങ്ങ് വയോജന വിദ്യാഭ്യാസം വരെ ക്രോഡീകരിച്ചുകൊണ്ടൊരു പ്രവർത്തനമാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പഞ്ചായത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് തെക്കേക്കരയിലെ ജനങ്ങൾ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം, ഈ 40 അതിൽ പരം വർഷങ്ങളായി കേരളം ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പുരോഗതമായ പ്രവർത്തനം പോലെ തന്നെ തെക്കേക്കര പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർ കെ മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ പഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ എത്ര പ്രശംസിച്ചാലും അധികമാകുമില്ല. മാവേലിക്കരയുടെ MLA MS അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് സദസ്സിലെത്തിയിട്ടുണ്ട്. എല്ലാ പഞ്ചായത്ത് അംഗങ്ങളുമുണ്ട്. ഈ നാട് ഒരു ഓണ ആഘോഷം പോലെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സിനെ ആഘോഷിക്കുന്നത്. ഇത്രയേറെ കഴിവുറ്റ ഒരു നേതൃത്വം ഈ ഭരണത്തിലിരുന്നു കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കേരളത്തിൻ്റെ മുഖച്ഛായ മാറിയതുപോലെ തന്നെ തെക്കേക്കര ഈ ഗ്രാമത്തെയും മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞ ഭരണസമിതിയോട് കടപ്പാടുണ്ട്. ആ ഭരണസമിതിക്ക് എല്ലാ പിന്തുണയും സാംസ്കാരിക മേഖലയിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു നാടിൻ്റെ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ, മത, ഇതര എല്ലാവരെയും
ഒന്നിച്ചാക്കിക്കൊണ്ട് നടത്തുന്നൊരു ഭരണമായിരുന്നു. ആ ഭരണത്തിൻ്റെ പ്രവർത്തനം ഇന്നിവിടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. വരുന്ന ജനങ്ങളുടെ മുഖത്തെ സന്തോഷം ഇതൊരു പക്ഷേ തെക്കേക്കര പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു മാറ്റമാണ്. ഈ മാറ്റത്തിന് കാഹളമുയർത്തിയ ഇപ്പോഴത്തെ ഭരണസമിതി ഡോക്ടർ കെ മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 19 അംഗങ്ങൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ഭരണത്തെ ഞങ്ങൾ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയമില്ലാതെ തന്നെ പിന്തുണയ്ക്കുകയാണ്. ഇവർക്ക് വരും കാലങ്ങളിലും ഈ നാടിനവരോട് കടപ്പാടുണ്ടാകും. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിൽ തന്നെ വന്ന മാറ്റങ്ങളെയെല്ലാം ചെറുതായി കാണാൻ കഴിയില്ല. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അജിത്ത് സ്വാഗതം ആശംസിച്ചു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് വികസനരേഖ പ്രകാശനം ചെയ്തു. തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ അതിദരിദ്രമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനു കെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് നവാസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുളാദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം ജി ആതിര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ശിവരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ അജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ രാമചന്ദ്രൻ തുടങ്ങിയവർ വികസന അനുഭവങ്ങൾ പങ്കുവച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാധാകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.